അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഹൗ ആർ യു? സുഖമാണോ? അപ്പം നിങ്ങൾ എന്താ പറയുക? ഐ ആം ഫൈൻ അല്ലേ? സ്വാഭാവികമായി പുറത്തേക്ക് നമ്മൾ അല്ലേ, പുറത്ത് നമ്മൾ പോവുകയാണ്. പുറത്ത് പോകുന്ന സമയത്ത് ആരെങ്കിലും നമ്മോട് ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് ചോദിക്കുക അല്ലേ, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? എനിക്ക് സുഖമല്ല എന്ന് നമ്മൾ പറയാറുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മൾ പറയും ഐ ആം ഫൈൻ, ഗ്രേറ്റ്, ഫാൻറ്റാസ്റ്റിക് എന്നൊക്കെ പറയും. സ്വാഭാവികമാണ് അല്ലേ? എന്നാൽ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ 100% ഹാപ്പിനെസ്സോട് കൂടി നമുക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി സാധിക്കുമോ? കഴിയില്ല എന്നതാണ് സത്യം അല്ലേ? ഏതൊരാളോടും നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലേ, അവൾ നമ്മോട് പറയും എനിക്ക് സുഖമാണ് എന്ന് പറയും. പക്ഷേ ഓരോ ആളുകളുടെ ഹൃദയത്തിലും നീറുന്ന വേദനയുമായിട്ടായിരിക്കും അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് പരിഭവങ്ങൾ, ഒരുപാട് വേദനകളൊക്കെ എന്താ പറയുക ഹൃദയത്തിൽ നിറച്ചുകൊണ്ടായിരിക്കും ഇത്തരക്കാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരുപാട് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും അവർ അത് പുറത്തറിയിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്താ പറയുക പറയാനോ മറ്റുള്ളവരെ അറിയിച്ചു നടക്കുവാനൊന്നും എന്താ പറയുക അവർ ശ്രമിക്കാറില്ല അല്ലേ? ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊന്നും നമ്മൾ ആരെയും അറിയിക്കാതെ ആരെയും എന്താ പറയുക അത് പരസ്യപ്പെടുത്താതെ ജീവിക്കുന്നവരാണ് ആര്? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ കുടുംബ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും കുടുംബ പ്രശ്നങ്ങളുണ്ടല്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കും എൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം അല്ലേ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം, എനിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ലഭിച്ചത്, എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ ലഭിച്ചത്, എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഭാര്യയെ ലഭിച്ചത്, എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ ജനിച്ചത് എന്ന് എപ്പോഴും ശാപത്തോടു കൂടി അല്ലേ, വളരെയധികം നെഗറ്റീവോട് കൂടി ചിന്തിക്കുന്ന വേദനകൾ ഉണ്ടായിരിക്കാം അല്ലേ? വേദനകൾ ഉള്ളിൽ ഒതുക്കിയിട്ട് അവർ പറയുന്നുണ്ടായിരിക്കും. എന്നിരുന്നാലും പലരും പറയാറുണ്ട് എനിക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ്. എന്നാൽ സത്യത്തിൽ എനിക്ക് മാത്രമാണോ എന്നത് നമ്മൾ ചിന്തിക്കണം. ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള കുടുംബ പ്രശ്നവും അവരവരുടേതായിട്ടുള്ള സൗന്ദര്യപ്പണക്കവും അവരവരുടേതായിട്ടുള്ള നീറുന്ന വേദനകളൊക്കെ ഉണ്ട് കേട്ടോ. അവരവരുടേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അവരവരുടേതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും പലരും അത് എന്താ പറയുക അത് പലരെയും അറിയിക്കുന്നില്ല. എന്നാൽ ചില ആളുകൾ എന്താ പറയുക ചില ആളുകൾ അത് പരസ്യപ്പെടുത്തും, ചില ആളുകൾ പരസ്യപ്പെടുത്തില്ല അല്ലേ? പരസ്യപ്പെടുത്താത്ത ആളുകൾ എന്താ പറയുക എന്ത് വിചാരിക്കാന്നറിയോ? എൻ്റെ മാന്യതയെ അത് ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? സ്വാഭാവികമാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ എന്താ പറയുക രക്ഷിതാക്കളെയൊക്കെ നമ്മൾ ശപിക്കുമ്പോൾ, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, അവരെ നമ്മൾ തരം താഴ്ത്തുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ചിലർ ആ പ്രശ്നത്തിനെ നല്ല എന്താ പറയുക ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുവാനും ചിലർക്ക് അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് മൂലമാണ് ഈ പ്രശ്നങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നതല്ലേ? എന്നാൽ ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു പ്രശ്നം സംഭവിച്ചു, ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും എന്താ പറയുക ഭാര്യമാർ അല്ലേ, ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ സൗന്ദര്യപ്പണക്കുണ്ടെന്ന് വിചാരിക്കുക. എന്താണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഒരു സൗന്ദര്യപ്പണക്കുണ്ട്. പൊതുവെ ഭാര്യമാർ അത് ആരോടും പറയാറില്ല. എന്താണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച് മറ്റുള്ള ആളുകളോട് നെഗറ്റീവായിട്ട് പറയാറില്ല. എന്നാൽ പല ഭർത്താക്കന്മാരോ പലരോടും ചെന്ന് പറയും ചെയ്യും സ്വന്തം ഭാര്യയുടെ കഴിവുകേട്, അല്ലെങ്കിൽ എന്താ പറയുക അവൾക്ക് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളോട് പറയുകയും ചെയ്യും പല ഭർത്താക്കന്മാരും. എന്നാൽ ഭാര്യമാരത് പൊതുവെ മറ്റുള്ള ആളുകളോട് പറയാറില്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ അല്ലേ, ഓരോ കുടുംബ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ ഏർപ്പെടാതെ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാതെ ചെറിയ പ്രശ്നത്തിൽ തന്നെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ചെറിയ പ്രശ്നത്തിൽ തന്നെ നമ്മൾ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ നമ്മെ തേടി വരാത്തത് അല്ലേ? എന്നാൽ ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് അതിനെ നെവർ മൈൻഡ് ചെയ്ത് അത് നമ്മൾ എന്താ പറയുക അത് പോകുന്ന പോലെ പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നെവർ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേറെ വലിയ പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ജീവിക്കണം,
ആത്മധൈര്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി നമ്മൾ ജീവിക്കണം. കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ച്, കുടുംബാംഗങ്ങളെ കുറ്റപ്പെടുത്താതെ, ഒറ്റപ്പെടുത്താതെ, തരം താഴ്ത്താതെ നമ്മൾ എന്താ പറയുക, എപ്പോഴും അവരെ നെഞ്ചോട് ചേർത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി കിട്ടുന്ന എന്താ പറയുക ഒരു കാര്യം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കുടുംബാംഗങ്ങളിലുള്ള ആളുകൾക്കും വളരെയധികം സന്തോഷവും സമാധാനവും ആരോഗ്യം ദീർഘായുസ്സൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അല്ലേ?